ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. ഇനിയൊന്ന് പോയി ദിയാകൃഷ്ണന്റെ ഡെലിവറി വ്ലോഗ് കാണാം. ഇനിയിപ്പോ നാളെ രാവിലെ വീണ്ടും ഇതൊക്കെ തുടങ്ങണ്ടേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കേണ്ടത്? കുറച്ച് കടലയും അരിയും എടുത്ത് വെള്ളത്തിലിടാം. നാളെ ദോശയും കടലക്കറിയും ഉണ്ടാക്കാം, അതാ നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് ജോലി തീരും. അതാണ് ആശ്വാസം. ചോറക്കളൊക്കെ എത്തിയിട്ട് വേണമെടി ചിറാപ്പുഞ്ചി റീലൊക്കെ എടുക്കാൻ. റീലൊക്കെ എടുക്കാം, പക്ഷെ ഒരു സങ്കടമുണ്ട്. എന്തിനീ റീൽ എടുക്കുന്നതിനോ? അതിനൊന്നുമല്ല, നമ്മൾ പോയാൽ അച്ഛനും അമ്മയും ഇവിടെ കഴിച്ചാവില്ലേ? ശരിയാ തുമ്പി മോളെ, അത് ഞാനും ആലോചിച്ചു. പാവം, അവർക്കും വന്നാ മതിയായിരുന്നു. അത്ര ബഹളം വെക്കാൻ മാത്രമൊന്നുമില്ല. നിന്റെ വലിയ നല്ലതാണല്ലോ. എന്റെ നല്ലത് തന്നെയാ. നിന്നോട് എന്റെ മേത്തിൽ നിന്ന് കാലെടുക്കാൻ പറഞ്ഞത്. എന്താ അവിടെ ഒരു ബഹളം? കിടക്കാൻ നേരത്തെ ആരാ ബഹളം ഉണ്ടാക്കി കളിക്കുന്നത്? 4 പേര് മുറങ്ങിയില്ലേ? ഓഹോ, കിടന്നില്ല അല്ലേ? നിങ്ങളാണ് വിളിച്ചു കൂടിയത്? എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ കാരണം ചുറ്റുപാടുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? അതിനിവിടെ ആരാ സൗണ്ട് ഉണ്ടാക്കിയത്? നിങ്ങളല്ലേ? എന്നാ ദിയയും തുമ്പിയായിരിക്കും. എന്നാ പോയി കിടന്നോ. അല്ല, നിന്റെ പുറകിലെന്താ? പുറകിലെന്താ? ഒന്നുമില്ല. ഉണ്ട് ജോ, ജോനോട് മറന്നു പോയതാ. ഫോണില്ലേ പുറകിൽ? ഓഹോ, ഫോണാണോ മറച്ചു പിടിച്ചത്? എന്നിട്ടാണ് നീ ഒന്നുമില്ലെന്ന് പറഞ്ഞത്? നിന്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിന്നോട് പറഞ്ഞതല്ലേ കിടക്കാൻ നേരത്തെ ഫോൺ ഉപയോഗിക്കരുത്. നേരം വെളുത്ത് രാത്രി വരെ കാണുന്നില്ലേ? പിന്നെ എന്താ? ജോനോട് അമ്മയും ചാച്ചനും പറഞ്ഞതല്ലേ ഫോൺ രാത്രി ഉപയോഗിക്കരുത്? മക്കളായ കുറച്ച് അനുസരണയൊക്കെ വേണം അല്ലേ അമ്മേ? അക്കാര്യത്തിൽ നീയും വലിയ നല്ലതൊന്നുമല്ല. നിന്നോട് മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞത്. ജോജോ, നീ വേണ്ടാത്ത കളി കളിച്ചിട്ടാണ് നിന്നെ പറഞ്ഞത്. നീ അവിടെ വെറുതെ പിച്ചണ്ട. അമ്മ ഇവന്റെ വാക്കും കേട്ടിട്ടാണോ? ഇവൻ വെറുതെ ഓരോന്ന് പറയുക. എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. പറയുന്നത് അനുസരിച്ച് കേട്ടോ. ഒതിയാക്കത്തിൽ ഫോൺ വെച്ച് വേഗം കിടന്നോ. ബാക്കിയുള്ളവരുടെ ഉറക്കവും കൂടി കളയാൻ വേണ്ടി ഓരോരോ കുന്തവും കൊണ്ട് അവൻ ഇറങ്ങിക്കോളും. അമ്മ ഇവന്റെ വാക്കും കേട്ടിട്ടാണോ? ഞാൻ ആകെ 5 മിനിറ്റ് എടുത്തുള്ളൂ. അമ്മ ഇതേ ജോ വെറുതെ കളവ് പറയുന്നതാ. ഞാൻ ഇത്ര സമയമായെന്നോ പറയുന്നത് ഫോൺ ഓഫ് ചെയ്യാൻ? എടാ ഭയങ്കര എന്ത് നുണയാ നീ പറയുന്നത്? എനിക്ക് കുറച്ച് കാണാൻ തരുമോ എന്നല്ലേ നീ ചോദിച്ചത്? അത് എനിക്ക് തരില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ. ഫോൺ വെച്ച് പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ അമ്മോ, ഇല്ല, ഞാൻ ഫോൺ കാണുന്നില്ല. എന്താ പോരെ? അങ്ങനെ വായിക്കുവാ. ശരി, എന്നാ പെട്ടെന്ന് കിടക്കാൻ നോക്ക്. എന്റെ ഈശ്വര, എട്ടും പൊട്ടും തിരിയാത്ത ഈ പൊട്ടനെ കൊണ്ടാണ് ഞാൻ പെണ്ണ് കെട്ടിക്കാൻ നോക്കുന്നത്. ഇവിടെ ഇപ്പൊ 32 പല്ലും കാഴ്ച ചിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഏയ് ഒന്നുമില്ല, എട്ടും പൊട്ടും തിരിയാത്ത ബാവ കിടന്നുറങ്ങിക്കും. ഞാൻ കിടന്നോളാം, നീ എന്നെ സൽക്കരിക്കണ്ട. ഈ പാര വെക്കലിന് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. മറ്റേത് രണ്ടുമായിരിക്കും മടി കൂടിയത്. രണ്ടും ഉറങ്ങിയെന്നാ തോന്നുന്നത്. നമുക്ക് ജോലിയുടെയും ശങ്കുവിന്റെ റൂമിൽ പോയാലോ? എന്നിട്ട് വേണം അമ്മ കണ്ടിട്ട് വായ്പ പറയാം. അതൊന്നും ഉണ്ടാവില്ല. അമ്മയും ചാച്ചനും കിടക്കാൻ കാണിക്കാനും. ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. പിള്ളേരൊക്കെ ഉറങ്ങിയോടി? അവരൊക്കെ കിടന്നു. ഇച്ചേ, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യ്. എന്നിട്ട് നീ കിടക്ക്, എനിക്കൊന്ന് കിടക്കണം. നീ വന്ന് കിടന്നോ. നാളെ അവർ ചൊർക്കുളത്ത് പോകുന്നില്ലേ? ഞാനും ഇങ്ങനെ കിടക്കുന്നത്. ജോയും ഇങ്ങനെ കിടന്നു. എടാ നിന്നോടാ പറഞ്ഞത് നേരെ കിടക്കാൻ. ഇല്ല, ഉറങ്ങിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങളെന്താ കിടന്നിട്ടൊന്നും എഴുന്നേറ്റ് വന്നത്? പിന്നെ ഈ പാതിരാക്കാന്നല്ല ടെറസിൽ പോയിരിക്കുന്നത്. നിനക്ക് പറ്റുണ്ടോ? നിങ്ങൾ രണ്ടും ചെറിയാക്കാൻ പോയി കിടന്നേ. ബ്രോ, ഇവരുടെ ആഗ്രഹമല്ലേ? പിന്നെ ഇവരുടെയൊക്കെ ആഗ്രഹം നട്ടപ്പാതിരാക്കാന്നല്ല സാധിക്കുന്നത്. നിങ്ങളോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞത്. ഈ ഏട്ടന് നമ്മളോട് ഒരു സ്നേഹവുമില്ല. നട്ടപ്പാതിരാക്കാണല്ലോ സ്നേഹിക്കുന്നത്. നിങ്ങളോടാ പോകാൻ പറഞ്ഞത്. നിന്നോടല്ലേ പറഞ്ഞത് ഇല്ല എന്ന് പോയി കിടക്കാൻ? ഇവരുടെ ആഗ്രഹമല്ലേ? ഇവരുടെ പേരും പറഞ്ഞ് നിനക്കും ടെറസിൽ പോകാനല്ലേ? ജോളിയല്ലേ? പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ ടെറസിൽ പോകാനല്ലോ ജോലി. അതിന് നിനക്ക് എന്റെ പെർമിഷൻ വേണോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് കുറച്ച് ഭീഷണിയൊക്കെ തന്നെയാ.
അത്ര വലിയ കാര്യം എന്താ? ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് പറയണോ? അത് പിന്നെ ഇന്ന് ജോ മതിലിന്റെ പുറകിൽ നിന്നും ഞാൻ പറയട്ടെ ജോ. നീ പറ തുമ്പി മോളെ. തുമ്പി മോളെ പറ. അത് മതിലിന്റെ പുറകിൽ നിന്നും ഉച്ചയ്ക്ക് നിനക്കെന്താ വേണ്ടത്? ടെറസിൽ പോകണം അല്ലേ? അങ്ങനെ വായിക്കുക. എന്താ തുമ്പി മോളെ കാര്യം പറ. ഒന്നുമില്ല, നിങ്ങൾക്ക് ടെറസിലല്ലേ പോകേണ്ടത്, നടക്ക്. നമുക്ക് ടെറസിൽ പോകാം. അതെ അതെ, നടക്ക് നടക്ക്, ടെറസിൽ പോകാം. ഇവിടെയല്ല, ഇതിന്റെ മുകളിൽ പോകാമായിരുന്നു. എന്നിട്ട് വേണം മഞ്ഞ് കൊണ്ടിട്ട് പരിക്കാൻ. നാളെ ചുറക്കുളത്ത് പോകുന്നല്ലേ? നിങ്ങൾ പൂതി മാറിയല്ലോ, ടെറസിൽ വന്നില്ലേ? വാ, ശരി, എനിക്ക് പോയി കിടക്കാം. പിന്നെ ഞാൻ പോകുന്ന, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. മതിലി, അച്ഛൻ, തീപ്പെട്ടി. ഞാൻ പറയണോ? നീ ഒന്ന് വായി പൂട്ടി നിൽക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരും കാണാതെ ഒന്ന് പോയിട്ട് സ്വസ്ഥമായി സിഗരറ്റ് വലിക്കാൻ നോക്കിയത്. ഈ ചിന്ത എപ്പോഴാണ് അവ കണ്ടത്? എവിടെ നോക്കിയാലും പാല വെക്കാനായിട്ട് വിളങ്ങി വരും. ജോ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിച്ചില്ല. നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? നമുക്കൊരു കഥ പറഞ്ഞു തരുമോ? കഥയോ? എനിക്ക് എവിടുന്ന് കഥ അറിയാവുന്നത്? പ്ലീസ് ജോ, പ്ലീസ് ഒരു കഥ പറഞ്ഞു താ. അതെ അതെ, ഒരു കഥ പറഞ്ഞു താ പ്ലീസ്. നിങ്ങൾ ഈ പറയുന്ന കഥയൊന്നും എനിക്കറിയില്ല. പ്ലീസ്. ഞങ്ങൾ നാളെ പോയില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞില്ലേ വരും, അതുകൊണ്ടല്ലേ പ്ലീസ്. നിങ്ങളോട് പറയൽ കേട്ടാൽ തോന്നുമല്ലോ ചാച്ചനും അമ്മയും ഞാനും ഒക്കെ നിങ്ങളെ ഉന്തി വിടുന്നതാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മുത്തശ്ശിയുടെ അടുത്തേക്ക്. അതൊക്കെ ശരി, എന്നാലും ബ്രോ ഞങ്ങളെ മിസ് ചെയ്യില്ലേ? പിന്നെ നിങ്ങളെ മിസ് ചെയ്യാനിട്ടാ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ബ്രോ പ്ലീസ് ഒരു കഥ പറഞ്ഞു താ. ചുറക്കുളത്തെ പണ്ടത്തെ കഥയില്ലേ, അതൊക്കെ പറഞ്ഞു തന്നാ മതി പ്ലീസ്. ഉറക്കം വരാറ്റില്ലേ? അതെ അതെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്ലീസ് ഒരു കഥ പറഞ്ഞു താ ജോ. ശരി, എന്നാൽ ഒറ്റ കഥ പറഞ്ഞു തരാം. ഇവർക്ക് ഇപ്പൊ ഞാൻ എന്ത് കഥ പറഞ്ഞു കൊടുക്കും? എനിക്കാണെങ്കിൽ ഒരു കഥയിട്ട് അറിഞ്ഞും കൂടാ. എന്തെങ്കിലും ഒരു സാങ്കല്പിക കഥ പറഞ്ഞു കൊടുക്കാം. കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തുമ്പി പോയി ചാച്ചനോട് പാര വെക്കും. എന്തും തുടങ്ങും. എന്താ ബ്രോ ആലോചിക്കുന്നത്? കഥ പറ. അല്ല, എന്ത് കഥ പറയണമെന്ന് ആലോചിച്ചതാ. പണ്ട് കാലത്തെ കഥ പറഞ്ഞാ മതി. ശരി, ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് വന്ന് കിടക്കണം, മനസ്സിലായോ? ഓക്കേ, എന്ന് എല്ലാവരും അവിടെ ഇരിക്കും. പെട്ടെന്ന് പറ. പണ്ട് 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 ചൊറക്കുളത്തൊരു തറവാടുണ്ടായിരുന്നു. അത് ഇപ്പൊ കാണുന്ന പോലത്തെ വലിയ വീടൊന്നുമല്ല, നല്ല പണ്ട് കാലത്തൊരു വീട്. നമ്മുടെ വീടിന്റെ അടുത്താണോ? ആരാ തറവാട്? നമ്മുടേത് തന്നെ. ഇപ്പോഴുള്ള വീടില്ലേ, അതിന്റെ ബാക്ക് സൈഡിൽ ഒരു കൂടയില്ലേ? ഉണ്ട്. ആ, അത് തന്നെ. അതിന്റെ അടുത്തൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ പണ്ട് ആരൊക്കെയോ വീണു മരിച്ചിരുന്നു. എന്നിട്ട് ഞാനിതൊക്കെ മുത്തശ്ശിയുടെ വായിൽ നിന്നും കേട്ടതാ. എന്നിട്ട് ബ്രോ പറ, എങ്ങനെ മരിച്ചത്? അത് പിന്നെ പണ്ടു കാലത്തൊക്കെ ഈ മന്ത്രവാദീനെയും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അങ്ങനെ എന്തോ സംഭവിച്ചതാ. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെങ്കിൽ പണ്ടത്തെ പോലത്തെ അല്ല. എന്നിട്ട് മന്ത്രവാദിനികൾ കൊന്നതാണോ? അതിന്റെ അടുത്ത് ഏതോ ഒരു കുട്ടിച്ചാത്തനുണ്ട്. കുട്ടിച്ചാത്തൻ തന്നെ. എന്നിട്ട് ആദ്യ കഥയൊക്കെ നിങ്ങൾ ഇനി പോയി കിടക്ക്. കിടക്കാനോ? കഥ പറ. കുട്ടിച്ചാത്തനാണ് കൊന്നത്? അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ചിലരൊക്കെ പറയുന്നു ആ കുട്ടിച്ചാത്തൻ നല്ലതാണെന്ന്. എന്തിനായിരിക്കും കുട്ടിച്ചാത്തൻ എല്ലാവരെയും കൊന്നത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പറ. അതെ അതെ, എങ്ങനെയായിരിക്കും കുട്ടിച്ചാത്തൻ അവിടെ എത്തിയത്? അതൊക്കെ പണ്ടത്തെ കാരണവന്മാർ മന്ത്രവാദത്തിൽ കൂടി ആക്കിയതാ. എന്തിന്? അവരുടെയൊക്കെ സ്വത്ത് കാക്കാൻ വേണ്ടിയെന്നാ കേട്ടത്. അവർക്ക് ധാരാളം സ്വത്തും നിധിയുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ആ കുട്ടിച്ചാത്തന്റെ പേര്? അതിന്റെ പേര് കിളിയമ്പായി. കിളിയമ്പായിയോ? കിളിയമ്പായി. എന്താ അത് ജോൺസായ സൗണ്ട് കേട്ടത്? ഞാനും കേട്ടു. പിള്ളേരുടേതാണെന്നാ തോന്നുന്നത്. അയ്യോ ദൈവമേ, മക്കൾക്ക് എന്ത് പറ്റി? 4 പേര് ഉറങ്ങാൻ കിടന്നതാണല്ലോ. എനിക്ക് ടെറസിൽ നിന്ന് സൗണ്ട് കേട്ടതുപോലെ തോന്നിയത്. അയ്യോ, ജോണിച്ച ടെറസിൽ നിന്നോ? എന്റെ മക്കളെ വല്ല കള്ളനെ പിടിച്ചു കാണുമോ? നീ ബഹളം വെക്കാതെ വേഗം വാ, നമുക്ക് ചെന്ന് നോക്കാം. എല്ലാവരും ഉറങ്ങുന്ന സമയമാ, നിങ്ങൾ ബഹളം വെക്കല്ലേ. എന്താ ബഹളം വെച്ചത്? എന്താ? അതൊന്നുമില്ല, ഒരു പൂച്ച വന്നതാ. അല്ല, നിങ്ങൾ എന്തിനാ ടെറസിൽ വന്നത്? നിങ്ങൾക്ക് കിടന്നതല്ലേ, പിന്നെ ടെറസിൽ? അത് ഞങ്ങൾ വെറുതെ. എന്ത് വെറുതെയോ? എന്തിനാ വന്നത്? ശരിയാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വന്നതാ. അല്ല, നിങ്ങൾ നിങ്ങളുടെ റൂമിലല്ലേ, അവരവരുടെ റൂമിലുമല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങൾ ഒന്നായത്? അത് ഇവര് രണ്ടുപേരും ഞങ്ങളുടെ റൂമിൽ വന്നതാ. അല്ല ജോജോ, നിനക്ക് എത്ര വയസ്സായെന്ന വിചാരം? ഇപ്പൊ തന്നെ പെണ്ണു കെട്ടേണ്ട പ്രായമായില്ലേ, എന്നിട്ട് കുട്ടികളോടാണോ കളി? അതെങ്ങനെ? ബുദ്ധി എന്ന് പറയുന്ന ലെവലേശമില്ലല്ലോ. ഞാനല്ല, ഇതാ ഇവരാ. അവരെ എന്ത് പറയാനാ? നീയല്ലേ വലുത്, നീയല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇടവിലത്തുള്ളവരൊക്കെ നിങ്ങളുടെ ബഹളം കേട്ട് എഴുന്നേറ്റ് കാണും. നീ മിണ്ടരുത്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്.
ഞങ്ങൾ പേടിച്ചു പോയി, വല്ല കള്ളനും മറ്റുമാണെന്ന് വിചാരിച്ചു. ഓരോരോ കോപ്രായങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും നാലെണ്ണവും. ഞാനല്ല ചാച്ചാ, ഇതാ ഇവരൊക്കെ എന്നെ വലിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാ. എന്നിട്ട് കഥ പറയണമെന്ന് പറഞ്ഞ് എന്നെ കൂടെ കഥ പറയിക്കുകയായിരുന്നു. നീ എന്ത് പറഞ്ഞിട്ടെന്താ? നീ വലുതല്ലേ, നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ കുറെ പറഞ്ഞു, ഇവരനുസരിക്കേറ്റാ. മൂന്നെണ്ണത്തിനെ ഞാൻ നാളെ തറവാട്ടിലേക്ക് വിട്ടുതരാം കേട്ടോ. അയ്യോ, ഞങ്ങൾ കുരുത്തക്കേടൊന്നും കളിക്കാൻ വന്നതല്ല ചാച്ചാ, കഥ കേൾക്കാൻ വന്നതാ. എന്തിനു വന്നതാണെങ്കിലും ഇതേ കളിയായിരിക്കുമല്ലേ, പോയടത്തൊന്നും കളിക്കുക. എന്തായാലും നിങ്ങൾ പോകണ്ട. അതെന്തായാലും നന്നായി. എന്തിനാ വിടുന്നത്? ഇങ്ങനെ ഓരോരോ കുരുത്തക്കേട് കളിക്കാനാണോ? ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ? ഇനിയിങ്ങനെ ഞങ്ങൾ കളിക്കില്ല ചാച്ചാ, സത്യമായിട്ടും. അതെ, ഇനി ഞങ്ങൾ കളിക്കില്ല. പ്ലീസ് ചാച്ചാ, നാളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞങ്ങളെ വിടണം. അമ്മേ, ഒന്ന് ചാച്ചനോട് പറ, ഇനി ഞങ്ങൾ കളിക്കില്ല. വേണ്ടാത്ത കളിയൊക്കെ എന്തിനാ കളിക്കുന്നത്? അതല്ലേ ചാച്ചാ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളെ വിടണോ വിടണ്ടയോ എന്നുള്ള കാര്യം. നടക്കടി. മൂന്നെണ്ണത്തിനും ഇപ്പോൾ സമാധാനമായില്ലേ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾ 3 പേരോട് പറഞ്ഞതല്ലേ ഇങ്ങ് വരണ്ട എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി? ചുറക്കുളത്തേക്ക് പോകുന്ന കാര്യം ക്യാൻസൽ ആയില്ലേ? ഇനി ഇവിടെ നിന്ന് കരണ്ടൊന്നും വലിയ കാര്യവുമില്ല. വന്ന് കിടന്നോ. അമ്മയാണല്ലോ. ഹലോ ഹലോ, എന്താ അമ്മ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എന്താ അമ്മ വിളിച്ചത്? പിള്ളേര് വരുന്നെന്ന് പറഞ്ഞല്ലോ, എന്തായി? ആ, അവരിന്ന് വരുന്നമ്മേ. എപ്പോഴാ എത്തുക? ചോറിനേക്കുണ്ടാകുമോ? ആ, അവർ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വരും. ചോറിനേക്ക് കണക്കാക്കിക്കോ. അവരെങ്ങനെയാ വരുന്നത്? ഒന്നിക്കൽ ജോണിച്ചാൻ അല്ലെങ്കിൽ ജോജോ, ഇവരാരെങ്കിലും കൊണ്ടാക്കും. അവരുടെ കൂടെ നിനക്കും ഒന്ന് വന്ന് നിന്നുകൂടെ? എന്ത് ചെയ്യാനാ അമ്മേ, ജോണിച്ചാന്റെ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണ്ടേ. ഞാൻ പിന്നെ വന്ന് നിന്നോളാം. പിള്ളേര് 3 വരുന്നുള്ളൂ, ജോജോ വരുന്നില്ലേ? ഇല്ല അമ്മേ, അവൻ നിക്കില്ല. അവനിക്ക് ഓഫീസ് ഉള്ളതല്ലേ. എന്താന്നറിയില്ല, 3-4 ദിവസം സ്കൂൾ ലീവാ, അതുകൊണ്ട് വിടുന്നത് പിള്ളേരെ. ഇപ്പൊ ഓണത്തിന്റെ ലീവ് വരില്ലേ, അന്നേരം ഇടത്തെയും പിള്ളേരൊക്കെ വരുന്നില്ലേ. ആ സമയത്ത് ഞാൻ എങ്ങനെങ്കിലും വരാൻ നോക്കാം. അച്ഛന് സുഖമല്ലേ അമ്മേ? ആ, അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ. പിള്ളേർ അങ്ങോട്ട് വന്നിട്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമോ? പണിക്കൊക്കെ ആളുണ്ട് അവിടെ. നീ ഒന്ന് പോടി, നീ എന്തായി പറയുന്നത്? പിള്ളേര് വന്നാൽ ബുദ്ധിമുട്ടോ? ഞാനും നിന്റെ അച്ഛനും ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഇങ്ങനെ എപ്പെങ്കിലും മക്കൾ വരുന്നതല്ലേ ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷം. അല്ല, അവിടെ പണിക്കാരാ ഉള്ളത്? പുറം പണിക്കും മാമ്പണിക്കൊക്കെ ഇവിടെ ആളുണ്ട്. നീ എന്നാ അവരോട് മഴയുടെ മുന്നേ ഒന്ന് ഇറങ്ങാൻ പറ. ശരിയമ്മേ, ഞാൻ അവരെ പെട്ടെന്ന് അയക്കാൻ നോക്കാം. എന്നാ ശരി, വെക്കട്ടെ. എന്നാ ആയിക്കോട്ടെ, വെച്ചോ. ആരായിരുന്നു ലക്ഷ്മി ഫോണിൽ? അത് അമ്മയായിരുന്നു ജോണിച്ചാ. എന്താ എന്താ വിശേഷം? ഒന്നുമില്ല, പിള്ളേർ എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചു വിളിച്ചതാ. നീ എന്ത് പറഞ്ഞു? ഞാൻ ചോറിനൊക്കെ കണക്കാക്കി അയക്കാമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളാണോ കൊണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജോജോയോ? എനിക്കിന്ന് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ജോജോ പോകുമ്പോൾ ആക്കിക്കോട്ടെ. ഇന്നലെ രാത്രി പോണ്ടാന്ന് പറഞ്ഞതല്ലേ? നീ പിള്ളേരോട് പറഞ്ഞോ പോടേ എന്നുള്ള കാര്യം? ആ, ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് മക്കൾക്ക് നല്ല സന്തോഷത്തിലുള്ളത്. ശരിക്കും ഇന്നലെ രാത്രി അവരെന്താ കളിച്ചത് ജോണിച്ചാ? പോട്ടടി, പിള്ളേരല്ലേ. ഞാൻ പിന്നെ വെറുതെ അങ്ങനെ പറഞ്ഞതാ. നീ എന്നാ പോയിട്ട് ഈ ആർച്ചയുള്ള സമയത്ത് അവരെ പെട്ടെന്ന് ഇറക്കാൻ നോക്ക്. കുറച്ചു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. ആ, അമ്മയും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അയക്കാൻ നോക്കാം. 3 പേരോടും കൂടി പറയുകയാ, മുത്തശ്ശിയെയും മുത്തശ്ശനെയും അതും ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത് കേട്ടോ. ഇല്ല ദിയ, നീ ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇവരോട് പറ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ. ശംഖു, തുമ്പി, 2 പേരും ദിയ ചേച്ചി പറയുന്നത് അനുസരിക്കണം, മനസ്സിലായോ? പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാതെ കുളത്തിലേക്കൊന്നും പോകരുത്. ബന്ധു വീട്ടിലേക്ക് താമസിക്കാൻ പോകുമ്പോൾ പല അപകടവും ഉണ്ടാവാറ്. അതുകൊണ്ട് 3 പേരും നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മേ. ആരാ പറഞ്ഞ അമ്മ ഒറ്റയ്ക്കാണെന്ന്? ചാച്ചനും ജോജോയും ഒക്കെ ഇല്ലേ, അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. രാത്രിയെ തുടങ്ങി ഇക്കാര്യം പറഞ്ഞു. അല്ല പിന്നെ, നിങ്ങളെ പോലെയാണ് പിന്നെ വേണ്ടത്. അവക്ക് അമ്മയോട് കൂടുതൽ സ്നേഹം. അവളും അമ്മയെ വെറുതെ സോപ്പിടുന്നതാ. അവൻ അവിടുന്ന് പറഞ്ഞോട്ടെ. അമ്മയെക്കാരനോട്, അമ്മയുടെ തുമ്പിമോക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ചാച്ചനോടും അമ്മയോടും നല്ല സ്നേഹമുണ്ട്. എന്താ പോരെ? നല്ല മഴയുടെ കോളുണ്ട്. ഇവനെവിടെ പോയി? എടാ ജോജോ, പിള്ളേരിതാ കാത്തു നിൽക്കുന്നു. നീ എന്താ വരാത്തത്? അമ്മേ, ചാച്ചൻ വന്നാ പറഞ്ഞ ഞങ്ങൾ പോയെന്ന കാര്യം. ഞാൻ പറഞ്ഞോളാം. എടാ ജോജോ, നീ എന്താ വരാത്തത്? ഞാനിതാ വരുന്നമ്മേ. ഞാൻ റെഡി, പോകാം.
നീ എന്താക്കിയതാ? എത്ര സമയമായി കാത്തു നിൽക്കുന്നു? ഞാനും ടോയ്ലറ്റിൽ പോയതാ. അയ്യോ, മഴ പെയ്തു. ഒന്ന് പെട്ടെന്ന് നടക്കാൻ നോക്ക്. ആറ് പുറത്താ ഉള്ളത്. എന്നാ വന്നോ. 3 പേര് പെട്ടെന്ന് വാ, മഴ കൊള്ളല്ല. ഒന്ന് പെട്ടെന്ന് ഡോർ തുറക്ക്. പിള്ളേരുടെ തലയിൽ മഴ കൊള്ളുന്നു. അല്ല ഞാനാ. എന്താ ഇത്? ഇപ്പൊ തന്നെ തുടങ്ങിയോ? അത് നീ ഉറങ്ങിയത് കൊണ്ടല്ലേ. സംസാരിച്ച് നിൽക്കാതെ മഴ കൊള്ളുന്നു. ഒന്ന് വണ്ടിയിൽ കേറി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേറി ഇരിക്കും. മഴ കൊള്ളുന്നല്ലേ പറഞ്ഞത്? എന്തൊരു വെറുപ്പിക്കല ഇത്. എപ്പോഴും അമ്മ ഇങ്ങനെയാ. എന്നെ ഒരിക്കലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ സമ്മതിക്കില്ല. എന്നെയും ഇരുത്തലില്ല. പിന്നെ എന്നെയാണോ? എന്നെയും ഇരുത്തലില്ല. നിങ്ങൾ അത് പെട്ടെന്ന് കയറുന്നുണ്ടോ? മഴ കൊള്ളുന്നത് കാണുന്നില്ലേ? എനിക്ക് നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം ഓഫീസിൽ പോകാൻ. അതെങ്ങനെ? അത് അനുസരണം എന്ന് പറയുന്നത് 3 ഇല്ലല്ലോ. ഒന്ന് എവിടെയെങ്കിലും കേറി വിട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരും. പോകണമെന്നൊരു നിർബന്ധവുമില്ല. എന്റെ ക്ഷമയുടെ അതിലെടുക്കുന്നു. നിങ്ങൾ 3 പേരും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കണ്ട് പഠിക്കും. എന്തൊരു അച്ചടക്കത്തിലാണ് വളരുന്നത്. നിങ്ങൾ 3 പേരും എപ്പോഴും ഞാൻ അടികൂടുന്നത്. എല്ലാവരുടെ മക്കളും എന്ത് നല്ല മക്കളും. എനിക്ക് കിട്ടിയ മക്കൾ ഏത് സമയം നോക്കിയാലും ചീരിയും പാമ്പും പോലെയാണല്ലോ ദൈവമേ. നിങ്ങൾ 3 പേര് പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ കയറി. ഇനിയും താമസിക്കാൻ ഞാനങ്ങ് പോകും. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അടികൂടാതെ 3 പേര് 3 വിൻഡോ സീറ്റിന്റെ അടുത്തായിട്ട് ഇരുന്നു. എന്താ പോരെ? ജോജോ, നീ ഈ പെട്ടിയെടുത്ത് ഡിക്കിയിൽ വെക്കും. ശരിയമ്മേ. ശംഖുവും ദിയയും ബാക്കിൽ ഇരിക്കും. തുമ്പിമ്പോൾ മുന്നിൽ ഇരുന്നോട്ടെ. എന്നിട്ട് പെട്ടെന്ന് കയറാൻ നിർത്തി. എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പോയിട്ട് വാ. ശരി, 3 പേര് ചിരിച്ചിരി അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. ഇന്ന് അമ്മയുടെ മക്കളെ സന്തോഷത്തോടെ പോയിട്ട് വാ. ജോജോ, ഇതാ പെട്ടി. 3 പേര് കയറിക്കാം. ശരിയമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. എടാ, പിള്ളേരുള്ളതാ, പതുക്കെ പോകണേ. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഊട് ചുറക്കോട്ടൊന്ന് കഴിച്ചോ, എന്നിട്ട് പോയാൽ മതി ഓഫീസിലേക്ക്, കേട്ടോ? ഓക്കെ. എന്നാ മഴ കൊള്ളണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. എന്നാ ശരിയമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മ വീട്ടിലേക്ക് പോടും. മഴ കൊള്ളണ്ട. ശരി, ഞാൻ മെല്ലെ പോട്, കേട്ടോ? നിങ്ങൾ 3 പേരും എന്ത് പണിയെടുത്തത്? അമ്മയ്ക്ക് ഇത്ര വിഷമമായെന്നറിയുമോ? അത് പിന്നെ ഞങ്ങള് നിങ്ങൾ എത്ര സന്തോഷത്തിൽ അമ്മ വിട്ടത്. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാനും പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? ലാസ്റ്റ് ഘട്ടമല്ലേ. എനിക്ക് ഉറക്കോളത്ത് പോയിട്ടും ഇതേ സ്വഭാവമൊന്നും എടുക്കണ്ട. മുത്തശ്ശനെ കൊണ്ട് മുത്തശ്ശിയെ കൊണ്ട് വെറുതെ അതും ഇതും പറയിപ്പിക്കണ്ട. മനസ്സിലായോ? നിങ്ങളല്ലേ കളിക്കാത്ത മക്കൾ. നിങ്ങൾ 3 പേരും എനിക്കറിയില്ലേ? എന്താ? അങ്ങനെ പലതും കാണും. അങ്ങോട്ട് നോക്കണ്ട. എന്താ? ഐസ്ക്രീം ഉണ്ട് റോഡ് സൈഡിൽ. അതല്ല ജോ, അവൾക്ക് ഐസ്ക്രീം വേണമെന്ന്. ശംഖു, നിനക്ക് ഐസ്ക്രീം വേണോ? അത് പിന്നെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ. നിനക്ക് വേണോ വേണ്ടി അത് പറ. അവർക്ക് പണ്ട് ഐസ്ക്രീമിന് കൊതിയല്ലേ. ജോ സത്യമായിട്ട് വാങ്ങി തരും. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് ശംഖു ഐസ്ക്രീമിന് പറഞ്ഞു തന്നെ. കരയണ്ട കരയണ്ട, ഞാൻ വാങ്ങിത്തരാം. 3 പേരും കൂടി ഐസ്ക്രീം ഷോപ്പ് എവിടെയാ ഉള്ളതെന്ന് ശ്രദ്ധിക്ക്. അവിടെ നിർത്താം. ഞാനും 5 ആണല്ലോ അവിടെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ഈ വണ്ടി അങ്ങ് പാർക്ക് ചെയ്യട്ടെ. അഞ്ചു, ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു. നീ എവിടെയായിരുന്നു? വിളിച്ചിരുന്നോ? ഞാൻ കണ്ടില്ല. അപ്പൊ നീ എന്താ ഇവിടെ? പെങ്ങന്മാർക്ക് ഉണ്ട് വണ്ടിയിൽ. അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങാൻ വന്നതാ. ചേട്ടാ, 3 ഐസ്ക്രീം. അപ്പൊ നീ ഞാൻ വിളിച്ചിട്ട് വന്നതല്ലേ? ഇല്ലടി, എന്താ കാര്യം? ഞാൻ ഇന്ന് ഫ്രീയാ, ഒന്ന് പുറത്തു പോകാന്ന് ഞാൻ നിന്നോട് എത്ര പറഞ്ഞു. എടി, എനിക്കിന്ന് ഓഫീസുണ്ട്. എന്നിട്ടാണോ നീ അവരെയൊക്കെ കൂട്ടി കറങ്ങാൻ ഇറങ്ങിയത്? എടി, അവർ ചുറക്കുളത്തേക്കാ. അവരെയും അവിടെയാക്കി ഞാൻ ഓഫീസിലേക്ക് പോകും. നിനക്ക് ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇപ്പോൾ. സർ, ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണ്ടത്? പിസ്തയുണ്ടോ? പിസ്തയുണ്ട്, പിന്നെ സ്ട്രോബെറിയും. വാനില കഴിഞ്ഞു. എന്നാ 3 പിസ്ത. നിനക്കേതാ വേണ്ടത്? എനിക്ക് നിന്റെ ഐസ്ക്രീം ഒന്നും വേണ്ട. അഞ്ചു, നീ പിണങ്ങല്ലേ? ഇല്ല, ഞാൻ നിന്നോട് മിണ്ടില്ല. നിനക്കിപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. എന്താടി ഇത്? ഒന്ന് ഇങ്ങോട്ട് നോക്ക്. എന്താ? നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്റെ കൂടെ പുറത്ത് വരണം, എന്നാലേ എന്റെ പിണക്കം മാറും. ശരി ശരി, ഞാൻ വരാം. ഞാൻ ഇവരെ തറവാട്ടിലാക്കി ഓഫീസിലൊന്ന് മുഖം കാണിച്ച് വരാം. എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാം. എന്താ പോരെ? സത്യമാണോ? നീയാണ് സത്യം. ഇങ്ങനെ നോക്കില്ല ജോ, എനിക്ക് നാണം.
വലിയ നാണക്കാരി. പിന്നെ നാണമില്ലാതെയാണോ? ഇത്ര നേരം നീ എന്നെ വഴക്ക് പറയുമ്പോൾ ഈ നാടൊന്നും കണ്ടില്ലല്ലോ. അയ്യടാ, അതുപോലെയാണ് ഇത്. ചേട്ടൻ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് എത്ര സമയമായി, എന്താ വരാത്തത്? നിന്റെ ഇവിടെ പറഞ്ഞത് ഞാൻ നോക്കല്ലേ എന്ന്. ഇതാ നിങ്ങളുടെ ഐസ്ക്രീം. രണ്ടുപേരും ഈ ലോകത്തൊന്നുമല്ലേ? ഹലോ, എന്താ? ഇതാ നിങ്ങളുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എത്രയായി? ഇത് 100 രൂപയായി. ഓക്കെ. അയ്യോ ചേട്ടാ, ഇത് 2 അല്ലേ ഉള്ളൂ, എനിക്ക് 3 വേണം. എന്നാൽ 150 രൂപയുണ്ടാകും. ശരി, ഒന്നും കൂടി എടുത്തോ. എടാ, അങ്ങോട്ട് നോക്ക്. ജോ അഞ്ജലി ചേച്ചിയോടല്ലേ സംസാരിക്കുന്നത്? എവിടെ? എടി, നിനക്കൊരു ഐസ്ക്രീം എടുത്താലോ? അത് അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ. അമ്പട മോനെ, അപ്പൊ നിങ്ങൾ വഴക്ക് കൂടുന്നതൊക്കെ വെറുതെ ആയിരുന്നോ? അയ്യട മോനെ, ഇപ്പൊ ഒന്ന് വാങ്ങി തന്നെ അങ്ങനെ ഒപ്പിക്കാമെന്നൊന്നും കരുതണ്ട. എനിക്ക് വൈകിട്ട് വീട്ടിൽ നിന്ന് വാങ്ങി തന്നാ മതി. ആഹാ, അതാണ് മനസ്സിലിരിപ്പ്. ഓക്കെ, മേഡം പറയുന്നത് പോലെ. ഇതാ സർ. താങ്ക് യു ചേട്ടാ. മേഡത്തിന് ഐസ്ക്രീം വേണ്ടേ? വേണ്ട ചേട്ടാ, എനിക്കിപ്പോ വേണ്ട. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണോ? അതെന്തേ? അല്ല, നിങ്ങളുടെ കളി കണ്ട് എനിക്കങ്ങനെ തോന്നി. ആഹാ, ചേട്ടൻ കൊള്ളാലോ ആള്. അല്ല, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. ഞങ്ങൾ 2 ലവേഴ്സാ. ചെറിയ കാലമായുള്ളതൊന്നുമല്ല, 5 കൊല്ലമായി. എന്ത് 5 കൊല്ലമായിരുന്നോ? ആ ചേട്ടാ, നിങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായി പ്രണയിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും നൈബേഴ്സാ. ആഹാ, നല്ല ടിസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഭയങ്കര ഐസ്ക്രീമുമായി വാ. ഇനിയിപ്പോ നമുക്ക് തോന്നുന്നതായിരിക്കുമോ? എന്തായാലും സാരമില്ല, ജോ വരട്ടെ, നമുക്ക് ചോദിക്കാലോ. ചേട്ടാ, ക്യാഷ് തരാൻ വണ്ടിയില്ല ഫോണിലുള്ളത്, ഞാനൊന്ന് എടുത്തിട്ട് വരാം. കൊതി കളിക്കണ്ട, 3 പേര് പുറത്തിറങ്ങ്, വണ്ടിയിലൊക്കെ ആകും. ഞങ്ങൾ എപ്പോ ഇറങ്ങിയെന്ന് ചോദിച്ചാ മതി. എന്താ ടേസ്റ്റ്? മുമ്പിൽ പതുക്കെ തിന്ന്. നല്ല രസമുണ്ട്. എന്നാ നിങ്ങൾ തിന്ന്, ഞാൻ ബില്ല് കൊടുത്തിട്ട് വരാം. ജോ, ഐസ്ക്രീം ഷോപ്പിൽ അഞ്ചു ചേച്ചി ഉണ്ടായിരുന്നോ? അഞ്ചുവോ? ആ, അഞ്ചൽ ചേച്ചി തന്നെ. ഐസ്ക്രീം ഷോപ്പിനടുത്ത് കണ്ടല്ലോ. ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ജോ സംസാരിക്കുന്നത് കണ്ടല്ലോ. കണ്ടു അല്ലേ? ഞാൻ സംസാരിക്കുന്നത് കണ്ടു അല്ലേ? ഞാൻ സംസാരിച്ചിരുന്നു. ആ, ഞങ്ങൾ കണ്ടു. എന്താ ചോദിച്ചത്? അവളെന്തോ വണ്ടിയുടെ കാര്യം മറ്റും ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നോ? ആ വട്ടി കേസിനോടൊക്കെ ആരും സംസാരിക്കാൻ. ഞങ്ങൾ വിചാരിച്ചു അഞ്ചു ചേച്ചിയുമായിട്ടുള്ള വഴക്കൊക്കെ തീർന്നു. അതെ അതെ. അതും ഇത് പറയാതെ പെട്ടെന്ന് തിന്ന് വണ്ടിയിൽ കയറാൻ നോക്ക്, ഞാൻ ബില്ല് കൊടുത്തു വരാം. എന്താ രസമല്ലേ? തുമ്പിമോളെ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരണേ. കൊതിയ ശങ്കു. ഈ കൊതിയായിട്ടൊന്നുമല്ല, കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്നാ ഇപ്പൊ തരാം. സത്യമാണോ? വേണ്ടേ? വേണ്ട, ഇപ്പൊ തരാം. ഇത് ഞാൻ എന്റെ പെട്ടെന്ന് തീർക്കട്ടെ. ആ, പെട്ടെന്ന് തീർത്താം. നിന്റെ തീർന്നു, എന്റെ തീർന്നു. എന്റേതും തീർന്നു. എനിക്ക് ഇനിയുമുണ്ട്. ഇനി താ തുമ്പി. ഇതേ ഞാൻ ഇപ്പൊ തരാം. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം. ദുഷ്ടത്തി, നീ എന്നെ പറഞ്ഞു പറ്റിച്ചതല്ലേ? ഞാൻ എന്റെ പെട്ടെന്ന് തിന്ന് തീർത്തു. നിന്റെ പെട്ടെന്ന് തീരാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെ തിന്നാൽ മാത്രം പോരാ കോയി, പോയി മുട്ടയും ഇട്. എടി മാധു, നീ പശുവിന് വെള്ളം കൊടുത്തോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ പോയിട്ട് ഇപ്പൊ കൊടുക്കാം. വേണ്ട, ഞാൻ പറമ്പത്തേക്കാ. ഇനി ഞാൻ കൊടുത്തോളാം, നീ പോണ്ട. പിള്ളേര് വിളിക്കുകയോ മറ്റു ചെയ്തോ? അവരെന്താ എത്താത്തത്? ഇല്ല, അവര് വിളിച്ചൊന്നുമില്ലല്ലോ. അവരിപ്പൊ ഇങ്ങ് എത്തുമായിരിക്കും. ശരിയാ, നേരത്തെ പുറപ്പെട്ടതല്ലേ, വരുന്ന വയ്യായിരിക്കും, അതാ വിളിക്കാത്തത്. അതായിരിക്കും വിളിക്കാത്തത്. പിന്നെ പുറത്തുണ്ട് കഞ്ഞിവെള്ളം വെച്ചിട്ട്. എന്നാ പോയി അത് കൊടുക്ക്. ആ, ഞാൻ പോയി കൊടുത്തിട്ട് വരാം. നമ്മളെ പറമ്പിലെ മതിലും ഇടിഞ്ഞിനെന്ന് പറയുന്നത് കേട്ടു, അതും നോക്കണം. ഷടാ, ഇക്കൊല്ലത്തെ മഴയത്തും മതിലിടിഞ്ഞോ? ഇത് കൊല്ലത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, പിള്ളേര് വരുമ്പോഴത്തേക്ക് തിരിച്ചു വരാൻ നോക്കണേ. പെട്ടെന്ന് ചെല്ലി. ആ, ഞാൻ അവര് വരുമ്പോഴത്തേക്കും തിരിച്ചു വരാം. ഇതാ തിന്ന പോയേ മാധുവടുത്തി. ഇതാര് കമലയോ? നിന്നെ കൊറേ ആയാലും ഈ വൈകൊക്കെ കണ്ടിട്ട് കമലേ. എന്ത് ചെയ്യാനാ മാധുവടുത്തി, പിള്ളേർക്ക് 2നും പനിയായിരുന്നു. അതാ ഇങ്ങോട്ടൊന്നും ഇറങ്ങാതെയായി പോയത്. ആണോടി പിങ്കിക്കുട്ടി, നിനക്ക് പനിയായിരുന്നോ? എടി കമലേ, നിന്നെ വിളിപ്പിച്ചതേ കുറച്ച് റേഷൻ അരിയുണ്ട്, അത് എടുക്കാനാ. ആ, റേഷൻ ഉണ്ടോ? വലിയ ഗുണമായി പോയി മാധുവടുത്തി. കുടിലിലെ അരിയൊക്കെ തീർന്നിട്ട് 2-3 ദിവസമായി. അതെന്താ അരിയൊക്കെ തീർന്നത്? കുമാരൻ എന്താ പണിക്കൊന്നും പോയില്ലേ? നല്ല മഴയല്ലേ മാധുവടുത്തി, അതുകൊണ്ട് മൂപ്പർക്ക് ഇപ്പൊ 2-3 ദിവസമായി പണിയൊന്നുമില്ല. ഈവറ്റിങ്ങൊക്കെ പനിയായതുകൊണ്ട് എനിക്കും പോക്ക് നടക്കുന്നില്ല. എന്നിട്ട് ഈ മക്കളൊക്കെ പട്ടിണിയില്ലാണോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ മാധുവടുത്തി? എപ്പോഴും വിടുന്നതല്ലേ സഹായിക്കല്. നീ എന്ത് വർത്താനാ കമലേ പറയുന്നത്? നിന്റെ അമ്മ മാണിക്കത്തെ ഈ തറവാട്ടിലൊരു അംഗത്തെ പോലെയല്ലേ കണക്കാക്കല്? അല്ല, സ്റ്റെല്ല വന്നെന്ന് കേട്ടു, ശരിയാണോ? ആ മാധുവടുത്തി, അവര് വന്നിട്ടുണ്ട്. അവരുടെ വീട് പണിയൊക്കെ എവിടെയായി? അതൊക്കെ തീരാറായി. ഇപ്പോഴും പറയുന്നത് നമ്മളെ കൊടിയിൽ ഒയ്യണമെന്നാ.
അവരുടെ മതിൽ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ കുടിൽ അവിടെ നിന്നും ഒഴിവാക്കണമെന്നാ പറയുന്നത്. ഞങ്ങൾ എവിടെ പോകാനാ മാധുവെടുത്തി? അല്ല, ഈ പറയുന്നതൊക്കെ എവിടുത്തെ ന്യായമാ? നിങ്ങൾ ഒഴിയാനൊന്നും നിൽക്കണ്ട. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യാനാ മാധുവെടുത്തി? ഞങ്ങൾ കുറെ പിടിച്ചു നിന്ന് നോക്കി, അവരൊഴിയുന്ന ലക്ഷണമൊന്നുമില്ല. അവരെല്ലാം വലിയ വലിയ ആൾക്കാരല്ലേ. ഇതെന്താ വെള്ളേരിക്ക പട്ടണമോ? ഈ നാട്ടിലെന്താ പോലീസ് നിയമമൊന്നുമില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഗിരിസാർ SI അല്ലേ, അതുകൊണ്ട് എന്ത് നിയമം അവർക്ക്? നീ വിഷമിക്കണ്ടടി, നിനക്കൊക്കെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പിന്നെ പിള്ളേരൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഉച്ചക്കകത്ത് ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. നീ കുറച്ചെടുത്ത് അവൾക്ക് കൊടുക്ക്. ആഹാ, സത്യമാണോ? നല്ല കാര്യം. ആ, ഇപ്പൊ ഊണിലേക്ക് ഇങ്ങ് എത്തും. കുറെ ദിവസമായില്ലേ പിള്ളേർ തറവാട്ടിൽ വന്നിട്ട്. ഇനി 2-3 ദിവസം നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ. പിന്നെ പിങ്കി മോളെ, അവർക്ക് ഈ നാടൊന്നും അങ്ങനെ പരിചയമില്ല. നീ വേണം അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കാൻ, കേട്ടോ? അതിനെന്താ? അല്ല, നിനക്ക് കൂട്ടുകാരൊന്നുമില്ലേ? ഇല്ലേന്നോ മാധുവെടുത്തി? അതേ ഉള്ളൂ. ആഹാ, എന്നാ പിന്നെ അവരെയൊക്കെ അവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാലോ. കാറിന്റെ ഓണ് കേൾക്കുന്നുണ്ട്, അവരാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആ, ഓണ് കേൾക്കുന്നുണ്ട്. അരി പിന്നാൻ പുറത്തുണ്ട്. പിന്നെ ഊണ് കഴിക്കാതെ പോകല്ല കേട്ടോ. ഇതെന്താ മുത്തശ്ശി ഗേറ്റ് തുറക്കാത്തത്? ജോ, നീതി അടിക്കോണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും ഇറങ്ങ്. ഞാനിത് എത്തി, ഇപ്പൊ തുറക്കാം. തിരക്ക് കൂട്ടല്ലേ. ഇതെന്താ മുത്തശ്ശി ഡോർ തുറക്കാത്തത്? വാ വാ, മുത്തശ്ശിയുടെ മക്കള് വാ. എന്താടാ ജോ, നീ അവിടെ തന്നെ നിന്നത്? ഇനി വാ. ഇതാ മുത്തശ്ശി, ഞാൻ വരുന്നുണ്ട്. കവിതേ മോളെ, എന്താ? പിങ്കിയും നിന്റെ അമ്മയും വന്നില്ലേ? ഇല്ല, അവർ മാധവ വിളിച്ചിട്ട് ചൊറക്കം തറവാട്ടിൽ പോയിട്ടാ ഉള്ളത്. നീ പോയിട്ടെന്നാൽ ആ അരിയാ കത്തി എടുത്തിട്ടൊന്ന് വാ. ഇവിടെ നിറച്ച് പുല്ല് പൊടിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് വിട്ടട്ടെ. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്താ അവിടുന്ന് ചെയ്യുന്നത്?